നമസ്കാരം. അമേരിക്കയുടെ 250-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രമടങ്ങിയ പ്രത്യേക ലിമിറ്റഡ് എഡിഷൻ പാസ്പോർട്ടുകൾ വിതരണം ചെയ്യാൻ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു. വാഷിംഗ്ടൺ ഡിസിയിലെ പാസ്പോർട്ട് ഓഫീസിൽ മാത്രം നേരിട്ടെത്തുന്ന അപേക്ഷകർക്ക് ലഭ്യമായിരുന്ന ഈ പ്രത്യേക യാത്രാരേഖ അടുത്ത മാസം മുതൽ രാജ്യവ്യാപകമായി വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. തലസ്ഥാന നഗരിക്ക് പുറത്തുള്ള അമേരിക്കക്കാർക്കും ഇനി മുതൽ ഇവ സ്വന്തമാക്കാനാകും. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് ജീവിച്ചിരിക്കുന്ന ഒരു പ്രസിഡന്റിന്റെ ചിത്രം രാജ്യത്തിന്റെ ഔദ്യോഗിക പാസ്പോർട്ടിൽ ഇടം പിടിക്കുന്നത്. പാട്രിയറ്റ് പാസ്പോർട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രത്യേക യാത്രാരേഖയുടെ 2.5 ലക്ഷത്തിലധികം കോപ്പികൾ രാജ്യത്തുടനീളം വിതരണം ചെയ്യാനാണ് ഭരണകൂടം പദ്ധതിയിടുന്നത്. ട്രംപിന്റെ ഗൗരവം നിറഞ്ഞ ചിത്രമാണ് ഉള്ളിലെ താളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെട്ടിടങ്ങളിലും ഔദ്യോഗിക രേഖകളിലും ട്രംപിന്റെ പേരും ചിത്രവും കൂട്ടിച്ചേർക്കുന്ന നടപടികളുടെ തുടർച്ചയാണിതെന്ന വിമർശനവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. സെന്റനിയൽ, ചിക്കാഗോ, ഡല്ലാസ്, ഡെട്രോയിറ്റ്, ന്യൂ ഓർലിയൻസ്, ന്യൂയോർക്ക്, സ്റ്റാംഫോർഡ് എന്നീ നഗരങ്ങളിലെ പാസ്പോർട്ട് ഓഫീസുകളിൽ ഓഗസ്റ്റ് 8 മുതൽ നടക്കുന്ന പ്രത്യേക പരിപാടികളിലൂടെ ഇവ ലഭ്യമാക്കി തുടങ്ങും. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും. ഈ പ്രത്യേക പാസ്പോർട്ട് ആവശ്യമുള്ളവർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന തീയതികളിൽ നേരിട്ടെത്തി അപേക്ഷിക്കേണ്ടതുണ്ട്. സാധാരണ പാസ്പോർട്ടുകൾക്ക് അപേക്ഷിക്കുന്നതിന് വെവ്വേറെ ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടുമുണ്ട്. ട്രംപിന്റെ ചിത്രത്തിനൊപ്പം അദ്ദേഹത്തിന്റെ സ്വർണ്ണ നിറത്തിലുള്ള ഒപ്പും ഉൾപേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ സാധാരണ പാസ്പോർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നത് മുകൾ ഭാഗത്തും പാസ്പോർട്ട് എന്നത് താഴെയുമാണ് ബോൾഡ് സ്വർണ്ണ നിറത്തിൽ അച്ചടിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ മുൻവശത്തെ കവറിനു പുറകിലായി നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട 250 എന്ന സംഖ്യയോടുകൂടിയ ചെറിയ സ്വർണ്ണ അമേരിക്കൻ പതാകയുടെ ലോഗോയുമുണ്ട്. നിലവിൽ അമേരിക്കൻ പാസ്പോർട്ടിൽ ജീവിച്ചിരിക്കുന്ന ഭരണാധികാരികളുടെ ചിത്രങ്ങളൊന്നും ഉൾപ്പെടുത്താറില്ല. സൗത്ത് ഡക്കോട്ടയിലെ മൗണ്ട് റഷ്മോർ പാറയിൽ കൊത്തിവെച്ച ജോർജ് വാഷിംഗ്ടൺ, തോമസ് ജെഫേഴ്സൺ, തിയോഡർ റൂസ്വെൽറ്റ്, എബ്രഹാം ലിങ്കൺ എന്നീ മുൻ പ്രസിഡന്റുമാരുടെ ചിത്രങ്ങൾ മാത്രമാണ് പാസ്പോർട്ടിലുള്ളത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ലിബർട്ടി ബെൽ തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങളും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, ജോൺ എഫ് കെന്നഡി, ഐസൻ ഹോവർ തുടങ്ങിയ പ്രമുഖരുടെ ഉദ്ധരണികളുമാണ് നിലവിലെ പാസ്പോർട്ടുകളുടെ പ്രധാന ആകർഷണം. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധം ജീവിച്ചിരിക്കുന്ന ഒരു പ്രസിഡന്റിന്റെ ചിത്രവും ഒപ്പും രാജ്യത്തിന്റെ ഔദ്യോഗിക രേഖയിൽ ഇടം പിടിക്കുന്നത് ഭരണകൂടത്തിനുള്ളിലും ജനങ്ങൾക്കിടയിലും വൻ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുൻഗാമികളായ വമ്പൻ നേതാക്കളുടെ ചിത്രങ്ങളും ചരിത്ര സ്മാരകങ്ങളും മാത്രം അലങ്കരിച്ചിരുന്ന US പാസ്പോർട്ടിൽ ട്രംപിന്റെ ഗൗരവമായ മുഖം ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വ്യക്തിപൂജയുടെ ഭാഗമാണെന്ന കടുത്ത വിമർശനമാണ് ഉയരുന്നത്. എങ്കിലും രാജ്യത്തിന്റെ 250-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കുന്ന ഈ പാട്രിയറ്റ് പാസ്പോർട്ട് സ്വന്തമാക്കാൻ ജനങ്ങൾ കൂട്ടത്തോടെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യഘട്ടത്തിൽ തലസ്ഥാന നഗരിയിൽ മാത്രം ലഭ്യമായിരുന്ന ഈ ലിമിറ്റഡ് എഡിഷൻ പാസ്പോർട്ടിനെ രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിലും പുതിയ തരംഗമായി ഈ ചർച്ചകളൊക്കെ മാറും. എന്തായാലും വ്യക്തിപൂജയാണ് എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അമേരിക്കയിൽ പലയിടത്തും അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ സ്ഥാപിക്കാനൊക്കെ മുൻപും ശ്രമങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ ഔദ്യോഗിക യാത്രാരേഖയിലും സ്വന്തം പടം ഉൾപ്പെടുത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്.